ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ എത്തിയതിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ്. പിടിവള്ളി നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പിടിച്ചു നിൽക്കാനാണ് വെള്ളാപ്പള്ളിയെ ചേർത്തു പിടിക്കുന്നതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ഒരു സമുദായത്തെ ഹീനമായി അവഹേളിച്ച വ്യക്തിയാണ് വെള്ളാപ്പള്ളിയെന്നും PMA സലാം പറഞ്ഞു. വെള്ളാപ്പള്ളി കുറച്ചു കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കൊക്കെ കാണാം. മലപ്പുറം ജില്ലയെ മാത്രമല്ല, ഒരു സമുദായത്തെ അങ്ങേയറ്റം ഹീനമായ രീതിയിൽ പരാമർശിക്കുകയാണ്. അതിനാരും മറുപടി പറയാറില്ലല്ലോ. പക്ഷെ അങ്ങനെ പറയുന്ന ആളെ ആകാശത്തോളം ഉയർത്തി, പിന്നെ ഗുരുവിനോളം ഉയർത്തിയാണ് മുഖ്യമന്ത്രി പ്രകീർത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിടിവള്ളി നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി വിഭാഗീയത ബോധപൂർവ്വം സൃഷ്ടിക്കുകയാണ് എന്ന് തന്നെയാണ്. മുബഷിർ അക്ബർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ അക്ബർ, വെള്ളാപ്പള്ളി നടേശനെ തേറ്റ് 1-ാം നമ്പർ കാറിൽ മുഖ്യമന്ത്രിക്കൊപ്പം ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തിച്ചതിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാവുകയാണോ? മുസ്ലിം ലീഗ് പറയുന്നത് ഒരു സമുദായത്തെ മുഴുവൻ അധിക്ഷേപിച്ച വെള്ളാപ്പള്ളി നടേശനെ കാറിലിരുത്തി കൂട്ടിക്കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നാണോ? തീർച്ചയായും അരുൺകുമാർ, അത്തരമൊരു വിമർശനം തന്നെയാണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആഗോള അയ്യപ്പ സംഗമം തികച്ചും പരാജയമായിരുന്നു. സർക്കാർ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചപ്പോൾ അയ്യപ്പന്മാർ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് PMA സലാം ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണഗതിയിൽ വിശ്വാസികളെ ചേർത്തു പിടിക്കാത്ത സംസ്ഥാന സർക്കാർ ഈ തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തൊരു സാഹചര്യത്തിലാണ് ഈ വർഗീയത മുതലെടുപ്പ് നടത്തിക്കൊണ്ടുള്ള ഇത്ര നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം പരിപാടി എന്നുള്ളതാണ് PMA സലാം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടുവന്ന നടപടിയെയും നിശ്ചിതമായ ഭാഷയിൽ തന്നെയാണ് ലീഗ് വിമർശിക്കുന്നത്. വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരു സമുദായത്തെ ഒന്നാകെ അപകീർത്തിപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നതെന്നൊരു ചോദ്യമാണ് PMA സലാം ഉന്നയിക്കുന്നത്. മലപ്പുറത്തെ മാത്രമല്ല, ഒരു സമുദായത്തെ ഒന്നാകെ അദ്ദേഹം മോശമായി സംസാരിച്ചതാണ്. അതിന് ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി തള്ളിപ്പറയാൻ ശ്രമിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന സാഹചര്യത്തിൽ ചില മുതലെടുപ്പുകളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് 3-ാം ഭരണം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ സാധാരണ ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട്. പൊതുഖജനാവിൽ നിന്നും ദൂർത്തടിച്ചിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ സർക്കാർ നിർത്തണമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ അയ്യപ്പ സംഗമം പരാജയപ്പെട്ടതോടുകൂടി ഇനി ന്യൂനപക്ഷ സംഗമം പോലെയുള്ള പരിപാടികളിലേക്ക് സർക്കാർ കടക്കാൻ സാധ്യതയില്ല. കാരണം ഇത് പരാജയപ്പെട്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് ലീഗും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്ന നടപടിയെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ ലീഗ് വിമർശിക്കുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുവഴി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളെ അംഗീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് കേരളത്തിന് നൽകുന്നത് എന്നൊരു ചോദ്യവും മുസ്ലിം ലീഗ് അവിടെ ഉന്നയിക്കുന്നുണ്ട്. അരുൺകുമാർ, താങ്ക് യു. മുബഷിർ അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.